ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇതേ പെട്ടെന്നൊരു 15 മിനിറ്റിൽ പഠിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ ഒരു 15 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. അപ്പോൾ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് എന്താണ്? നമ്മളുടെ ന്യൂറോൺ ആണല്ലേ. നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശമാണ്. അപ്പോൾ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശത്തിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എന്തുണ്ട്? നമ്മുടെ ഡെൻഡ്രൈറ്റ് ഉണ്ട് ആൻഡ് ഡെൻഡ്രോൺ ഉണ്ട്. ഇവിടെ നമ്മുടെ സെൽ ബോഡി ഉണ്ട്. ആൻഡ് സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ലോങ് ഫിലമെൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ആക്സോൺ, ദെൻ ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ആക്സോണൈറ്റ്, അതിൻ്റെ ടിപ്പിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? നമ്മുടെ സിനാപ്റ്റിക് നോബ് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെയും ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ് എന്ത് ചെയ്യുക? തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നല്ലേ, എഡ്ജസൻ ന്യൂറോണിൽ നിന്ന് ഇമ്പൾസസ് വാങ്ങുക, അത് ഡെൻഡ്രോണിലേക്ക് കൊടുക്കും. ആൻഡ് ഡെൻഡ്രോൺ അത് സെൽ ബോഡിക്ക് കൊടുക്കും. സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ അതിന് എവിടേക്ക് കൊണ്ടുപോകും? നമ്മളുടെ ആക്സോണൈറ്റിലേക്ക് കൊണ്ടുപോകും. ആക്സോണൈറ്റിലെത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? സിനാപ്റ്റിക് നോബിലേക്ക് അത് പാസ് ചെയ്യുന്നു. ആൻഡ് ഈ സിനാപ്റ്റിക് നോബിലാണ് എന്തുള്ളത്? നമ്മളുടെ ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലേ. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അടുത്ത ആ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്സിലേക്ക് റിലീസ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളുടെ ആ ഒരു ഇമ്പൾസസ്, ആവേഗങ്ങൾ അടുത്ത ന്യൂറോണിലേക്ക് കൈമാറുന്നത്. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് 1-2 എക്സാമ്പിൾസ് കൂടി ആലോചിച്ച് വെക്കണം. നമുക്ക് ഡോപ്പമീൻ ഉണ്ട്, അതുപോലെ തന്നെ അസറ്റൈൽ കോളിൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഭാഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കാം. അതേപോലെ തന്നെ എന്താ, നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആരെ കാണാൻ പറ്റും? നമ്മുടെ ഷ്വാൻ സെൽ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന കാണാം അല്ലേ. അപ്പോൾ ഷ്വാൻ സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂറോണുകളെ അല്ലെങ്കിൽ നാഡീകോശങ്ങളെ ഇങ്ങനെ തുടർച്ചയായിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക തരം കോശങ്ങളാണ് നമ്മളുടെ ഷ്വാൻ കോശം അല്ലെങ്കിൽ ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഈ ഷ്വാൻ കോശങ്ങളിൽ കാണാം. പക്ഷേ നമ്മുടെ ബ്രെയിൻ, മസ്തിഷ്കത്തിലും അതുപോലെ സ്പൈനൽ കോഡിലും, സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ സുഷുമ്ന, ഇവിടെയുള്ള ന്യൂറോണുകളിൽ, നാഡീകോശങ്ങളിൽ നമുക്ക് മറ്റൊരു തരത്തിലുള്ള കോശങ്ങളാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഷ്വാൻ കോശങ്ങളായാലും ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആയാലും അവർ തുടർച്ചയായിട്ട് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് ആക്സോണിനെ ഇങ്ങനെ എൻസർക്കിൾ ചെയ്ത് വലയം വെച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? മയലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത്. അപ്പോൾ മയലിൻ ഷീത്ത് എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ മയലിൻ ഷീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താണ് ഇത്? നമ്മളുടെ ആക്സോൺ ആണെങ്കിൽ ഷ്വാൻ കോശങ്ങൾ അല്ലെങ്കിൽ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് നമ്മളുടെ ആക്സോണിന് ഇങ്ങനെ തുടർച്ചയായിട്ട് ആവരണം ചെയ്ത് ഇവിടെ ഒരു കട്ടിയുള്ള ഒരു ആവരണം, ഒരു ഭയങ്കര എൻവലപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആക്സോൺസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ് ആർ എൻസർക്കിൾഡ് ബൈ മൈലിൻ, മെംബ്രെയിൻ കണ്ടെയ്നിങ് ലിപ്പിഡ് പ്രോട്ടീൻ ആണ്. ലിപ്പിഡ് ഉള്ള ഒരു പ്രത്യേക തരം മെംബ്രെയിൻ ആണ് മൈലിൻ എന്ന് പറയുന്നത്. ഷ്വാൻ കോശങ്ങൾ തുടർച്ചയായിട്ട് ആവരണം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ന്യൂട്രിയൻസ്, നമ്മുടെ ആക്സോണിന് ന്യൂട്രിയൻസും ഓക്സിജനും, പോഷകങ്ങളും ഓക്സിജനും കൊടുക്കുക. പിന്നെ ഇമ്പൾസസ്, ആവേഗങ്ങളുടെ പ്രസരണ വേഗത എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. ദെൻ ആക്ട് ആസ് എൻ ഇലക്ട്രിക് ഇൻസുലേറ്റഡ് ആൻഡ് പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം ദ എക്സ്റ്റേണൽ ഷോക്ക്. ഇതൊരു ഇലക്ട്രിക്, നമ്മൾ പറഞ്ഞു മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കും. പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ആക്സോണിനെ അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോണിനെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിനാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ജംഗ്ഷൻ അല്ലേ. അപ്പം ഇതൊരു ജംഗ്ഷനാണ് എന്തിൻ്റെയൊക്കെ തമ്മിൽ? ഇതെന്ന് പറയുമ്പോൾ 2 ന്യൂറോണുകൾ തമ്മിലുള്ളതാകാം, 2 ന്യൂറോണുകൾ അല്ലെങ്കിൽ 2 നാഡീകോശങ്ങൾ തമ്മിലുള്ള ജംഗ്ഷനാകാം, അല്ലെങ്കിൽ ഒരു ന്യൂറോണും പേശി കോശവും, ഒരു ന്യൂറോണും നമ്മളുടെ ഒരു മസിൽ സെല്ലും തമ്മിലുള്ള ജംഗ്ഷനാകാം. അതും അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഗ്ലാൻഡുലാർ സെല്ലും അല്ലെങ്കിൽ ഗ്രന്ഥി കോശവും തമ്മിലുള്ള ജംഗ്ഷനാവാം. ഇതിലേത് ജംഗ്ഷനെയും നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും സിനാപ്സ് എന്ന് പറയും. അപ്പം ഇവർ രണ്ടിൻ്റെയും തമ്മിലിടയിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുക. ഈ ഗ്യാപ്പിലേക്കാണ് നമ്മളെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരാൾ കൂടി ഉണ്ട്. അതാണ് നമ്മളുടെ ന്യൂറോണിലൂടെ എങ്ങനെയാണ് ആവേഗങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊരു ന്യൂറോൺ ആണ് എന്നുണ്ടെങ്കിൽ ന്യൂറോണുകളുടെ പുറമേ എന്താണ്? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ആൻഡ് ഉള്ളിൽ എന്താണ്? നെഗറ്റീവ് ചാർജാണ്. എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില പ്രത്യേക അയോണുകളുടെ വിന്യാസം, പ്രത്യേക അയോണുകളുടെ ഡിസ്ട്രിബ്യൂഷനാണ് പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവ് ആവാൻ കാരണം. ഇവിടെ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഇവിടെ ഒരു ആവേഗം വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരും. അയോണുകളുടെ ഡിസ്ട്രിബ്യൂഷൻ മാറുകയും ഉള്ളിൽ എന്തായിട്ട് മാറും? പോസിറ്റീവും പുറമേ നെഗറ്റീവായിട്ട് മാറും. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നേരത്തെ പോലെ തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടെ പെട്ടെന്നൊരു ചേഞ്ച് വരുന്ന സമയത്ത് എന്തുണ്ടാകും? തൊട്ടടുത്ത ഭാഗത്തും ഇതേപോലത്തെ ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ പോസിറ്റീവ് അയോൺസ് ഇവിടെ നിന്ന് ഇങ്ങനെ പോകും, അങ്ങനെ അടുത്ത അയോണുകളിലേക്ക് പോയിട്ടാണ്
വെച്ചിട്ടാണ് നമ്മളുടെ ഇമ്പൾസസിൻ്റെ കണ്ടക്ഷൻ നടക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പം നമുക്കതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം ആൻഡ് നമ്മുടെ സുഷുമ്നയാണ് വരുന്നത്. ആൻഡ് നെർവസ് സിസ്റ്റത്തിന് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ക്രാനിയൽ നെർവ്സ് അല്ലെങ്കിൽ ശിരോനാഡികൾ 12 പെയർസ് അല്ലെ 12 ജോഡി. ദെൻ നമ്മുടെ സ്പൈനൽ നെർവ്സ് അല്ലെങ്കിൽ സുഷുമ്ന നാഡികളാണ്, അത് 31 ജോഡി. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ആരൊക്കെ വരും? നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും, നമ്മുടെ മസ്തിഷ്കവും സുഷുമ്നയും. നമ്മളുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും, ശിരോനാഡികളും സുഷുമ്ന നാഡികളും. പിന്നെ നമ്മുടെ ബ്രെയിനാണ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ളത്. ബ്രെയിനിൻ്റെ ഓരോ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ബ്രെയിനിനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ സെറീബ്രം എന്ന് പറയുന്നത്. ഒരുപാട് ചുളിവുകളും മടക്കുകളും ഒക്കെയുള്ള നമ്മുടെ തിങ്കിങ്, ചിന്ത, നമ്മുടെ മെമ്മറി, ഓർമ്മ, ഇമാജിനേഷൻ, നമ്മുടെ ഭാവന അല്ലെ, ഇൻ്റലിജൻസ്, നമ്മുടെ ബുദ്ധി, ഇതിൻ്റെ ഒക്കെ കേന്ദ്രമാണ്. പിന്നെ ഇവോക്ക് സെൻസേഷൻ, ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ വോളണ്ടറി മൂവ്മെൻറ്റ്സ്, ഐച്ഛിക ചലനങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. ദെൻ ഇതാണ് നമ്മളുടെ സെറീബെല്ലം. അത് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ആണ്. നമ്മുടെ ശരീര തുലനനില പാലിക്കാൻ, ബോഡി ബാലൻസ് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ്. ആൻഡ് ഇതാണ് നമ്മളുടെ തലാമസ് എന്ന് പറയുന്ന ഭാഗം. ഈ തലാമസ് ആണ് നമ്മളുടെ റിലീസ്ഡ് സെൻറ്റർ എന്ന് പറയുന്ന ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. സെറീബ്രത്തിലേക്ക് വരുന്നതും സെറീബ്രത്തിൽ നിന്ന് പുറത്തു പോകുന്നതുമായിട്ടുള്ള ആവേഗങ്ങളെ അനലൈസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെ ആദ്യം കടത്തിവിടുന്ന ആളാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ തലാമസിന് താഴെയായിട്ട് ഹൈപ്പോ തലാമസ്, നമ്മുടെ ആന്തരിക സമസ്ഥിതി അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ആൻഡ് ഇവിടെ നമ്മളുടെ മെഡുല്ല കാണാം. മെഡുല്ല ഇതാണ് നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻസ്, നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ബ്രീത്തിങ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കുക. ഇത് വരയ്ക്കാനും ചോദിക്കും, അതിൻ്റെ ഫങ്ഷൻസ് അടയാളപ്പെടുത്താനും ചോദിക്കും. പിന്നെ നമ്മളുടെ ഈ ഒരു ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബ്രെയിൻ ഇതിനകത്തുള്ളത് നമ്മുടെ മസ്തിഷ്കം തലയോട് അല്ലെങ്കിൽ സ്കള്ളിനുള്ളിലാണ് സംരക്ഷിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഒരു 3 ലെയേഴ്സ് ഉള്ളൊരു പാളിയുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മെനിഞ്ചസ് എന്ന് പറയുക. അപ്പോൾ ഈ മെനിഞ്ചസ് എന്ന് പറയുന്നൊരു 3 ലെയറുള്ള ഒരു ലെയറിൻ്റെ അകത്താണ് നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്തിരിക്കുന്നത്? പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ബ്രെയിനിൻ്റെ അകത്ത് എന്തുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്. അത് നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസിന് ന്യൂട്രിയൻസും ഓക്സിജനും, പോഷകങ്ങളും ഓക്സിജനും കൊടുക്കും. പിന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള പ്രഷർ, മർദ്ദം ക്രമീകരിക്കാൻ, പിന്നെ നമ്മുടെ ബ്രെയിനിനെ ഇഞ്ചുറീസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മളുടെ റിഫ്ലെക്സ് ആക്ഷൻ. അപ്പോൾ എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതികരണമാണ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു റെസ്പോൺസാണ്. അത് നമ്മൾ പെട്ടെന്ന് വിചാരിക്കാതെ സഡൻ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസാണ് ടുവേർഡ്സ് എ സ്റ്റിമുലൈ. ഒരു ഉദ്ദീപനത്തോട് പെട്ടെന്നും ആകസ്മികവുമായിട്ടുണ്ടാകുന്ന പ്രതികരണങ്ങളാണ്. ഇത് 2 ആൾക്കാരെ നിയന്ത്രിക്കുന്നുണ്ട്. സ്പൈനൽ കോഡ് നിയന്ത്രിക്കുന്നതാണെങ്കിൽ സ്പൈനൽ റിഫ്ലെക്സ് എന്നും, നമ്മുടെ സെറീബ്രം നിയന്ത്രിക്കുന്നതാണെങ്കിൽ സെറീബ്രൽ റിഫ്ലെക്സ് എന്നും പറയും. നമ്മൾ ചൂടുള്ള ഒബ്ജക്റ്റിൽ കൈതൊട്ട് കൈ വലിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നീ ജേർക്ക് റിഫ്ലെക്സ്, നമ്മൾ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റിൽ തൊടുമ്പോൾ കാല് വലിക്കുന്നു. ഇതൊക്കെ സ്പൈനൽ കോഡാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ അതെല്ലാം സ്പൈനൽ റിഫ്ലെക്സ് ആണ്. നമ്മളെ കണ്ണിലേക്ക് വെളിച്ചം വരുമ്പോൾ, പാറ്റ വരുമ്പോഴൊക്കെ കണ്ണടയ്ക്കുന്നത് സെറീബ്രൽ റിഫ്ലെക്സ് ആണ്, സെറീബ്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ നമ്മൾ വാക്കിംഗ്, റണ്ണിങ് ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ സ്പൈനൽ കോഡാണ് കേട്ടോ. ഇനി ഈ ഒരു പാത്വേ മനസ്സിലാക്കി വെക്കുക മക്കളെ. നമ്മളുടെ ഇമ്പൾസസിൻ്റെ പാത്വേ ഇൻ റിഫ്ലെക്സ് ആക്ഷൻ ഇസ് കോൾഡ് റിഫ്ലെക്സ് ആർക്ക്. അപ്പോൾ അതിനെന്തൊക്കെയാണ്? ആദ്യം നമ്മൾ സ്റ്റിമുലൈ വരുന്നു. ഒരു ഉദ്ദീപനം വരുമ്പോൾ സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ സംവേദ ന്യൂറോണുകൾ അത് എവിടേക്ക് കൊണ്ടുപോകും? നമ്മളെ സ്പൈനൽ കോഡിലേക്ക്. അവിടെ വെച്ചിട്ടൊരു ഇൻ്റർ ന്യൂറോൺ അതിനെ കണക്ട് ചെയ്യുന്നു. ദെൻ മോട്ടോർ ന്യൂറോൺ വഴി അത് എവിടെ എത്തുകയാണ്? നമ്മളുടെ ഇഫക്റ്റർ മസിൽ അല്ലെങ്കിൽ ഇഫക്റ്റർ ഓർഗൺ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അവയവമായിട്ട് എത്തുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്? റെസ്പോൺസ് ഉണ്ടാവുന്നത്. ഈ ഒരു ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഡയഗ്രാം ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ സംവേദ ന്യൂറോൺ അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നിന്ന് പോയിട്ട് ഇവിടെ നമ്മുടെ ഇൻ്റർ ന്യൂറോൺ ഉണ്ട്. സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്നയിലാണ് നമുക്ക് ഇൻ്റർ ന്യൂറോൺ ഉള്ളത്. അവിടെ നിന്ന് തിരികെ വരുന്നത് നമ്മുടെ പ്രേരക ന്യൂറോണാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും നമ്മളുടെ മോട്ടോർ ന്യൂറോണാണ്. അത് നമ്മുടെ ഇഫക്റ്റർ മസിലിൽ എത്തുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? റെസ്പോൺസ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മളുടെ സ്പൈനൽ കോഡിൻ്റെ ഈ ഒരു ഡയഗ്രാം, ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഡയഗ്രാമാണ്. കാരണം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ദ്രവം, ഫ്ലൂയിഡ് എവിടെയാണ് നിറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ കനാലിലാണ്. അപ്പോൾ ഇതാണ് ഒരു സ്പൈനൽ
നെർവെങ്കിൽ ഒരു സ്പൈനൽ നെർവ് എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. ഒരു നമ്മളുടെ ഈ ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും. അപ്പോൾ ഈ ഡോർസൽ റൂട്ടിലൂടെയാണ് നമ്മളുടെ സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ സംവേദ ന്യൂറോൺ ഇവിടെ എത്തുന്നത്. വെൻട്രൽ റൂട്ടിലൂടെയാണ് ആര് പോകുന്നത്? നമ്മുടെ പ്രേരക ന്യൂറോൺ അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺ പുറത്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്പൈനൽ കോഡിൻ്റെ ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കണതെന്ന് പറഞ്ഞാൽ ഒരു ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ഉണ്ട്. സെൻസറി ന്യൂറോൺ പാസ് ത്രൂ ഡോർസൽ റൂട്ട് ആൻഡ് നമ്മുടെ മോട്ടോർ ന്യൂറോൺസ് പാസ് ത്രൂ വെൻട്രൽ റൂട്ട്. അപ്പോൾ ഈ 2 ന്യൂറോണുകളും ചേരുന്നതാണ് സ്പൈനൽ നെർവ്സ്. അതുകൊണ്ട് സ്പൈനൽ നെർവ്സിനെ നമ്മൾ എന്ത് പറയും? മിക്സഡ് നെർവ് എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മളുടെ ലാസ്റ്റായിട്ട് വരുന്നതാണ് നമ്മളുടെ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ആ സിറ്റുവേഷൻ ഒന്നെങ്കിൽ ഓവർകം ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ പെട്ടെന്നൊരു പട്ടി അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓടി രക്ഷപ്പെടണം. അപ്പോൾ ആ ഓടാൻ നമുക്ക് എന്താ വേണ്ടത്? എനർജി. അപ്പോൾ എനർജിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആ ഒരു സമയത്ത് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു സാധനത്തിനെ കാണണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പ്യൂപ്പിൾ വികസിക്കും, പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യും, നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും? ഹാർട്ട് ബീറ്റ് കൂടും, ട്രക്കിയൊക്കെ എക്സ്പാൻഡ് ചെയ്യും കുറേ എയർ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മുടെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ ചെയ്യും. കാരണം ഇപ്പോൾ ഓടി രക്ഷപ്പെടുമ്പോൾ നമുക്ക് അവിടെ ഡൈജഷൻ അല്ലല്ലോ നടക്കേണ്ടത്. പിന്നെ നമ്മുടെ ഗ്ലൈക്കോജൻ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും, കാരണം എനർജിക്ക് വേണ്ടിയിട്ട്. ദെൻ പെരിസ്റ്റാൾസിസ് ഒക്കെ സ്ലോ ഡൗൺ ചെയ്യും, കാരണം ഇപ്പോൾ അവരുടെ ആവശ്യമില്ല. ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഏത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ? നമ്മുടെ എഡ്രിനാലിനും നോർ എഡ്രിനാലിനും. ദെൻ നമ്മുടെ യൂറിനറി ബ്ലാഡർ എന്താണ്? നോർമൽ സ്റ്റേറ്റിൽ നിൽക്കും, കോൺട്രാക്ട് ചെയ്യാൻ പാടില്ല. കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂത്രമൊഴിച്ചു പോകും അല്ലേ. അപ്പോൾ കോൺട്രാക്ട് ചെയ്യാതെ നോർമൽ സ്റ്റേറ്റിൽ നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഓടി രക്ഷപ്പെട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്താണ്? പണ്ടത്തെ അതേ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അത് ചെയ്യുന്നത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. നമ്മുടെ പ്യൂപ്പിൾ നേരത്തെ ഡൈലേറ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ കോൺട്രാക്ട് ചെയ്യുന്നു, നേരത്തെ വികസിച്ചെങ്കിൽ ഇപ്പോൾ ചുരുങ്ങുന്നു, ഉമിനീരിൻ്റെ ഉൽപ്പാദനം നേരത്തെ കുറഞ്ഞെങ്കിൽ ഇപ്പോൾ കൂട്ടണം അല്ലേ. നേരത്തെ നമുക്ക് ഉമിനീരിൻ്റെ ആവശ്യമില്ലല്ലോ. ദെൻ നമ്മുടെ ട്രക്കിയെ എക്സ്പാൻഡ് ചെയ്തത് കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങണം. ഹാർട്ട് ബീറ്റ് കൂടിയത് നോർമലാകണം, ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് കുറച്ചത് നോർമലാക്കി വരണം. നമ്മൾ നേരത്തെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കിയെങ്കിൽ ഇപ്പോൾ നമുക്കിനി ഇപ്പോൾ എനർജീൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഗ്ലൂക്കോസിന് എന്താക്കുക? ഗ്ലൈക്കോജൻ ആക്കുക. പെരിസ്റ്റാൾസിസ് നോർമലാക്കണം. യൂറിനറി ബ്ലാഡറിന് വേണമെങ്കിൽ ഇനി കോൺട്രാക്ട് ചെയ്യാം, യൂറിനേറ്റ് ചെയ്യാം അല്ലേ. ഓടി രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ബാത്റൂം പോകണം എന്നൊക്കെ തോന്നും, പൊയ്ക്കോളൂ, കുഴപ്പമില്ല. ദെൻ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനൊക്കെ ഡിക്രീസ് ചെയ്യും. അപ്പോൾ നേരത്തെ എന്തൊക്കെ സംഭവിച്ചോ അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ്, അതായത് നേരത്തെ വന്ന മാറ്റങ്ങളെ നമ്മൾ നോർമലാക്കി മാറ്റുന്നതാണ് പാരാസിമ്പത്തറ്റിക്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം, നമ്മുടെ നാഡീവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ 3 അസുഖങ്ങളാണ്. എൽഷൈമേഴ്സ്, ദെൻ പാർക്കിൻസൺസ്, ദെൻ എപ്പിലെപ്സി. അപ്പോൾ എൽഷൈമേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസോല്യുബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ, ഒരു അലയമായിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ മസ്തിഷ്കത്തിൽ അടിഞ്ഞു കൂടുമ്പോൾ അവിടുത്തെ ന്യൂറോൺസ് ഡാമേജ് ആവുന്നതാണ്, അവിടുത്തെ നാഡീകോശങ്ങൾ നശിച്ചു പോകുന്നതാണ് എൽഷൈമേഴ്സിന് കാരണം. മറവി രോഗമാണ്, നമുക്ക് മറവി ഉണ്ടാവും, ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനൊക്കെ മറന്നു പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ദെൻ പാർക്കിൻസൺസ് എന്ന് പറയുമ്പോൾ ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദന കുറവാണ് ഇതിന് കാരണം. അപ്പോഴെന്തുണ്ടാവും? നമ്മുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങും, ബോഡി ഷിവറിങ്, പ്രൊഫ്യൂസ് സെലൈവേഷൻ, വായന്ന് ഇങ്ങനെ സെലൈവ വന്നുകൊണ്ടിരിക്കുക, ഒരു ബാലൻസ് നഷ്ടപ്പെടുക, ഇങ്ങനത്തെ കുറേ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക. ദെൻ എപ്പിലെപ്സി എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്, നമ്മുടെ ബ്രെയിനിലൂടെ തുടർച്ചയായിട്ടും ക്രമരഹിതവുമായ ഇലക്ട്രിക് ചാർജസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്? നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കും, നമ്മൾ വായൊക്കെ ഇങ്ങനെ കടിച്ചു പിടിക്കും, നാക്കൊക്കെ ഇങ്ങനെ കടിക്കും, പല്ലൊക്കെ ഇങ്ങനെ കടിച്ചു പിടിക്കും, പിന്നെ നമ്മുടെ വായിൽ നിന്ന് ഫ്രോത്തി ഡിസ്ചാർജ്, നുരയും പതയും വരുന്നു, പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആവുന്നു. ഇത്രയുമാണ് നമുക്ക് അസുഖങ്ങൾ പറയാനുള്ളത്. അതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഒരു റിവിഷൻ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ.